CPM LDF നഷ്ടമായിരിക്കുന്നു കൂത്താട്ടുകുളം നഗരസഭയിൽ എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് ചെയർപേഴ്സണെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചകൾ ഉണ്ടാകുന്നത്. UDF ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടെ ഉണ്ട്. നമുക്ക് കലാരാജുവിനോട് തന്നെ നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചത്? ഇത് ഇവർ ചോദിച്ച് മേടിച്ച പരാജയമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇവരിപ്പോൾ സംസാരിച്ചല്ലോ, കലാരാജുവിനെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനായി പിറന്ന ആരാണേലും ചിന്തിക്കുക, ആരാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത്? ആരാ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത്? പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടതല്ലേ എല്ലാവരും. അന്ന് അവിശ്വാസം ജനുവരി 18 അവിശ്വാസത്തിൽ പങ്കെടുക്കാൻ വന്ന എന്നെയാണ് എനിക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിട്ടാണ് അവരെന്നോട് ചെയ്തത്. ഒരു സ്ത്രീയോട് ചെയ്യാവുന്നതിൽ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ അവരുടെ ഒപ്പം നടന്ന് 25 വർഷക്കാലം പല മേഖലകളിലും പ്രവർത്തിച്ച എന്നെ അവർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജനമധ്യത്തിൽ എൻ്റെ വസ്ത്രം വരെ വലിച്ചൂരുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ചിന്തിച്ചത്, കാരണം ഇത് എല്ലാത്തിനും ഒരു അവസാനമുണ്ടല്ലോ, ഒരു സ്ത്രീയെയും എനിക്ക് വന്ന ഈ അനുഭവം നാളെ ഒരാൾക്കും ഉണ്ടാകരുത്. പ്രതികരിച്ചു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ആ സ്ത്രീയോട് ഇതുപോലെ ചെയ്താൽ ക്ഷമിക്കണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്റെ പ്രതികരണം ഇതാണ്. കഴിഞ്ഞ ജനുവരിയിൽ ഉണ്ടായിരുന്ന അവിശ്വാസ പ്രമേയത്തിൽ താങ്കൾ UDF അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് ഉറപ്പായതോടുകൂടിയാണ് അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. അവിശ്വാസ പ്രമേയത്തിന് ഞാൻ ശരിക്കും വന്നത് അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാനാണ്. ഞാൻ ഇവരുടെ കൂടെ ഇത്രയും വർഷം പ്രവർത്തിച്ചെങ്കിൽ ഇവരെന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോയി? ഞാൻ അവരോട് കൂടെ നിൽക്കുകയില്ല എന്ന് എങ്ങനെ അവർ ഗസ് ചെയ്തു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവർ ചോദിച്ച് മേടിച്ച പരാജയമാണ്. ഇന്ന് എന്റെ മനസാക്ഷിക്ക് അനുസരിച്ചാണ്. ഇന്ന് ശരിക്കും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത അവരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് കലാരാജുവിനെ പ്രതീക്ഷിക്കാൻ പറ്റും? ഞാൻ അങ്ങനെ ഒരു അധികാരമോഹം അങ്ങനെ ഒന്നും എന്റെ മനസ്സിലില്ല. പക്ഷെ എനിക്ക് വന്ന ഈ പ്രതിസന്ധി ഇനിയൊരു സ്ത്രീക്ക് ഉണ്ടാകരുത് എന്ന ഒരർത്ഥത്തിലാണ് ഞാൻ ഇന്നത്തെ നമ്മളൊരു ഇതിൽ ചെന്നപ്പോൾ അത് തുടർ നിലപാട് തുറന്ന് UDFനൊപ്പം ആയിരിക്കുമല്ലോ ഇനി പോകുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ പ്രവർത്തിച്ച പാർട്ടിയാണ് എന്നെ ചതിച്ചത്. ഇവർ പറയുന്ന കുതിരക്കച്ചവടം ഒന്നും ഇതിനകത്ത് നടന്നിട്ടില്ല. സാധാരണഗതിയിൽ കുതിരക്കച്ചവടം എന്ന് പറയുമ്പം അഡ്വാൻസ് മേടിച്ചാണല്ലോ കുതിരക്കച്ചവടം നടത്തുന്നത്. ഞാൻ ഇവർ അപകീർത്തിപ്പെടുത്തി എൻ്റെ ബാഗ് സഹിതം ഇവർ തട്ടിപ്പറിച്ചു എടുത്തു. 1.5 മാസത്തിന് ശേഷമാണ് എൻ്റെ ബാഗ് എനിക്ക് തിരിച്ചു കിട്ടിയത്. അതിനകത്ത് എൻ്റെ ബാങ്ക് പാസ്ബുക്ക് ഉണ്ടായിരുന്നു. ഇത് കൃത്യമായിട്ട് അത് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ബാങ്കിൽ കൊണ്ടുപോയി അത് പതിപ്പിച്ചു. കാരണം ഞാൻ കുതിരക്കച്ചവടം നടത്തിയെന്ന് ഇവർക്ക് തെളിവ് വേണമല്ലോ. എന്നിട്ട് എവിടെ ഇവർ കൊണ്ടുവന്ന തെളിവ്? എവിടെ പരിശോധിച്ചു. എന്നിട്ട് പണം സമ്പാദിച്ചിട്ടുണ്ട്. അതെ, അനധികൃതമായി ഞാൻ ബാങ്ക് രേഖകൾ അടക്കം ഉണ്ട് എന്റെ കയ്യിൽ. ഇപ്പോഴും ഇവർക്ക് പറയാനായി തെറിക്ക് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ഇപ്പം നടന്നിരിക്കുന്ന. സത്യം പറഞ്ഞാൽ ഇവർക്ക് ചോദിക്കുന്നതിന് മറുപടി പറയാനില്ല. ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഈ ഒരു സ്ത്രീയായിട്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. അതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ വ്യക്തത ഞാൻ തന്നല്ലോ. എന്റെ ബാങ്കിന്റെ പാസ്ബുക്ക് 1.5 മാസം എന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ ബാങ്കിന്റെ പാസ്ബുക്കിനകത്ത് ഇരുന്ന തുക വരെ ഈ DYFI പ്രവർത്തകർ അടിച്ചു മാറ്റിയിട്ട് അവരത് എനിക്ക് തന്നില്ല. അവർ ചോദിച്ചു അതിനകത്ത് രൂപ ഉണ്ടായിരുന്നു, എന്താ തെളിവെന്ന് എന്നോട് ചോദിച്ചത്. അങ്ങനെയാണ് ഒരു സ്ത്രീയോട് ചെയ്യേണ്ടത്. നമ്മളത് അതിനെന്താണോ നിന്റെ നിയമ നടപടികൾ അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. ഒരു പേടിയില്ല. എനിക്ക് വിപ്പ് തന്നിട്ടില്ല അവർ. പാർട്ടി എനിക്ക് അയോഗ്യത വിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിപ്പ് തന്നിട്ട് ഞാനറിയാതെ എനിക്കറിയില്ല. എനിക്ക് വിപ്പ് അവർ തന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അവർ ചോദിച്ചു മേടിച്ച പരാജയം.